അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം, നമ്മളിന്ന് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള അണ്ടർ ഐ ക്രീമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു DIY ആണ്. പിന്നെ ഇത് പ്രത്യേകം എടുത്ത് പറയട്ടെ, ഇത് എന്റെ DIY അല്ല, അല്ലെങ്കിൽ എന്താ പറയാ എന്റെ ഒരു കണ്ടന്റ് അല്ല. ഇത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് യൂട്യൂബർ ആയിട്ടുള്ള simplymystyle ഉണ്ണി ചേച്ചിയുടെ കണ്ടന്റ് ഞാൻ എനിക്ക് ഇൻസ്പയർഡ് ആയി. ഞാനത് കണ്ടന്റ് ചെയ്ത് നോക്കി. എനിക്ക് നല്ല എഫക്റ്റീവ് ആണ് എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ ഉണ്ണി ചേച്ചിനെ കുറിച്ച് അല്ലെങ്കിൽ simplymystyle എന്ന ചാനലിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, ചേച്ചി ഭയങ്കര ക്യൂട്ടാണ്. ചേച്ചിയുടെ പ്രസന്റേഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നില്ല. ഇപ്പൊ നമ്മളൊരു വീഡിയോ ഓപ്പൺ ചെയ്താൽ തന്നെ ആ ചേച്ചിയുടെ പ്രസന്റേഷൻ കാരണം തന്നെ നമുക്ക് ആ വീഡിയോ എത്ര ലോങ് ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ പോലും അത് ഫുൾ ആയിട്ട് കാണാനുള്ള ഒരു എന്താ പറയാ പേഷ്യൻസ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ബോറിങ് അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, അതിന് വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ simplymystyle എന്ന് പറഞ്ഞ ചാനൽ. ഇപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇനി എന്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ചുരുക്കം ഒന്നോ രണ്ടോ അല്ല, ചുരുക്കം ഒരു 10, 100, 200 വ്യൂവേഴ്സ് ഒക്കെ എനിക്ക് കിട്ടുന്നേ ഉള്ളൂ. എങ്കിലും എന്റെ വ്യൂവേഴ്സിലെ പലരും അല്ല, ഒട്ടുമിക്ക എല്ലാവരും ചേച്ചിയുടെ ചാനൽ കണ്ടിട്ടുണ്ടാവും, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. ഒരുപക്ഷെ കണ്ടിന്യൂ ചെയ്ത് കാണുന്ന ഒരു വ്യൂവേഴ്സ് ആവാം. അതുകൊണ്ട് ഞാൻ ആ ചാനലിനെ കുറിച്ച് അല്ലെങ്കിൽ ചേച്ചിനെ കുറിച്ച് അധികം പറയുന്നൊന്നുമില്ല. എനിവേ ഞാൻ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ചേച്ചിയുടെ ലുക്ക് എന്ന് പറയുന്നത് ചേച്ചിയുടെ അണ്ടർ ഐ ക്രീമിന്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ ആ വീഡിയോ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ നിങ്ങൾ അതും പോയി കാണണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ വേ ഓഫ് പ്രസന്റേഷൻ എന്താ പറയാ വ്യത്യാസമുണ്ട്, എന്റെ വേ ഓഫ് പ്രസന്റേഷൻ വ്യത്യാസമുണ്ട്. അപ്പൊ എനിവേ എനിക്ക് നല്ലൊരു എഫക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു അണ്ടർ ഐ ക്രീം അല്ലെങ്കിൽ അണ്ടർ ഐ ജെൽ എന്ന് പറയാം. അപ്പൊ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് മുന്നേ ഞാൻ ആദ്യം പറയട്ടെ, ഞാനിതൊരു 2 വീക്സോളം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല ഒരു മാറ്റം എന്ന് പറയാനായിട്ട് എനിക്ക് അത്രയ്ക്ക് ഒരു ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് എന്റെ കണ്ണ് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ എന്നാലും കണ്ണിന് ഒരു കൂൾനെസ് കൊടുക്കാനോ, അതുപോലെ കണ്ണിന്റെ ഒരു നമ്മൾ മോർണിംഗ് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ കണ്ണിന് വീർത്തിരിക്കില്ല, ആ ഒരു വീർമത പോവാനും, പിന്നെ ചെറിയൊരു തോതിൽ എന്റെ ഒരു ഡാർക്ക് സർക്കിൾസ് ചെറുതായിട്ടൊരു മാറ്റം വന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഞാനിത് 2 വീക്സ് യൂസ് ചെയ്തപ്പോഴേ എനിക്ക് ഇങ്ങനെ ഒരു എഫക്ട് കിട്ടി. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് ചെയ്ത് ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എഫക്ട് ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട്. അപ്പോ ഇതാണ് കേട്ടോ നമ്മുടെ അണ്ടർ ഐ ക്രീം അല്ലെങ്കിൽ അണ്ടർ ഐ ജെൽ എന്ന് പറയാം. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടെയ്നർ നിങ്ങൾക്ക് കാണാല്ലേ, ഈ കണ്ടെയ്നറിന്റെ ഒരു 3/4 പോർഷനോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡെയിലി അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു ഇത്ര ലെവലായത്. അപ്പൊ ഇനി എന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഞാൻ എന്താ പറയാ എന്റെ ഒരു ഇത്. കാരണം നമുക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായാലും അത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനേ നോക്കുള്ളൂ, അല്ലാണ്ട് ആരും ഡ്രോപ്പ് ചെയ്യില്ല. അതുകൊണ്ട് ഞാനിത് എന്തായാലും മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയ്ക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു അണ്ടർ ഐ ക്രീം ഉണ്ടാക്കാനുള്ള DIY ഉണ്ടാക്കാനുള്ള പ്രൊഡക്റ്റ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള ഹോം മെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹോം മെയ്ഡ് DIY എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ. അതിന് ഹോമിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത്. അതിൽ ആകെപ്പാട് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ പറയാ നമ്മുടെ ആൽമണ്ട് ഓയിൽ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആൽമണ്ട് ഓയിൽ എല്ലാവരും വീട്ടിലുണ്ടാവണമെന്നില്ല. അപ്പോ അത് ഇല്ലാത്തവരൊന്ന് വാങ്ങിയിട്ട് ഒരു DIY എന്താ പറയാ പരീക്ഷിച്ച് നോക്കുക. കാരണം നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഇതിൽ വേണ്ടതെന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യണേ, ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോ കേട്ടോ. പൊട്ടറ്റോന്റെ ഒരു 1/2 പീസോളം ആണ് എടുത്തേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളൻകിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇത്. അപ്പൊ ഇതിന്റെ എന്താ പറയാ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ഫൈൻ എന്റെ ചെറിയൊരു എന്താ പറയാ കുഞ്ഞു കട്ടയുണ്ട്. ഞാനിങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ചെയ്യില്ല, അതിന്റെ ഒരു ചെറിയ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക ചെയ്തത്. അപ്പോ പൊട്ടറ്റോ, പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽമണ്ട് ഓയിലും അലോവേറ ജെല്ലും. അപ്പൊ ഈ പൊട്ടറ്റോ ഇപ്പൊ ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോന്റെ എന്താ പറയാ നിങ്ങൾക്ക് ഇങ്ങനെ നല്ലോണം മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചേച്ചാൽ ആ പേസ്റ്റ് അങ്ങനെ ഡയറക്റ്റ് എടുത്താൽ മതി. ഞാൻ മിക്സിയിലല്ല അടിച്ചത്, ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്തേ. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ജ്യൂസ് എടുക്കാം കേട്ടോ. അപ്പൊ ജ്യൂസ് എടുക്കാനായിട്ട് ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് 4 ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇത് ഞാൻ ഇതിന്റെ സെന്ററിൽ ഇടാം കേട്ടോ. ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോ സെന്ററിൽ ഇട്ടിട്ട് ദേ കണ്ടോ, ഇതൊന്ന് മടക്കിയിട്ട് ഞാൻ ഇതിന്റെ ജ്യൂസ് എടുക്കാണ്. കാണാല്ലേ, അപ്പൊ നമ്മളിത് ജ്യൂസ് എടുത്തു. ഞാൻ എടുത്തേക്കാൻ പ്ലേറ്റ് ഓറഞ്ച് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല.
കണ്ട ഈ ഒരു പോർഷനിൽ അപ്പൊ പൊട്ടറ്റോന്റെ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതില് 1 സ്പൂണ് ആൽമണ്ട് ഓയിൽ ഒഴിക്കാം കേട്ടോ. ഈ ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത് സ്കിൻ ലൈറ്റൻ ചെയ്യുന്ന നല്ലൊരു ഏജന്റ് ആണ്. അപ്പൊ ഈ ആൽമണ്ട് ഓയിൽ എന്ന് പറയുമ്പോൾ സ്കിന്ന് ഭയങ്കര ലൈറ്റൻ ചെയ്യും, നല്ല ബ്രൈറ്റൻ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആൽമണ്ട് ഓയിൽ ഒഴിക്കുന്നത്. 1 സ്പൂൺ ആൽമണ്ട് ഓയിൽ ഒഴിച്ചു. പിന്നെ നമ്മളിവിടെ എടുക്കുന്നത് അലോവേര ജെല്ലാണ്. ഞാനിവിടെ പതഞ്ജലിയുടെ അലോവേര ജെല്ലാണ് കേട്ടോ എടുക്കുന്നത്. ഞാനത് ഏകദേശം സ്പൂണിൽ എടുക്കാം നമുക്ക്. അപ്പൊ നിങ്ങക്ക് കണക്കറിയില്ല. ഏകദേശം ഒരു കണ്ടോ 1 സ്പൂൺ അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. നമുക്ക് അലോവേര ജെൽ എന്ന് പറയുന്നത് ഈ ക്രീമിന്റെ തിക്നെസ് അനുസരിച്ചാണ് എടുക്കേണ്ടത്. ഈ ഒരു തീം നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ഒരു പേസ്റ്റ് ലെവലായിട്ടാട്ടോ വരിക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ജെൽ ടൈപ്പ് ക്രീം ആയിട്ടാണ് വരിക. നിങ്ങൾക്കിപ്പോ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഞാൻ കുറച്ച് ടൈം ഇങ്ങനെ അടിച്ചപ്പോ തന്നെ കറക്റ്റ് ഒരു ജെൽ കണ്ടോ, ജെല്ലായിട്ടുള്ള രൂപത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഈ കറക്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോ കണ്ടോ, ഇങ്ങനെ നമ്മൾ ഈ എന്താ പറയാ ചേച്ചി ഇപ്പൊ അതില് പറയുന്നത് അതുപോലെ തന്നെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തെടുക്കില്ലേ, അതുപോലെ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് കണ്ട ക്രീം ആയിട്ടുള്ള ലെവലിൽ വന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ DIY എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള DIY ആണ്. അപ്പൊ ഞാനിത് എന്തായാലും ഇത് മുന്നേ യൂസ് ചെയ്യുന്ന പാത്രത്തേക്ക് ഞാനിത് ഒഴിച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യണേന്ന് നോക്കാം. നമ്മുടെ റിംഗ് ഫിംഗർ ഇല്ലേ, റിംഗ് ഫിംഗറിന്റെ ഇങ്ങനെ ചെറിയൊരു അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ക്വാണ്ടിറ്റി മതി. ഇത് ഇത്ര ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ട് ഞാനിത് 2 ഫിംഗറും കൊണ്ടൊന്ന് റബ്ബ് ചെയ്യാം. റബ്ബ് ചെയ്തിട്ട് ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. നമ്മൾ ഈ റിംഗ് ഫിംഗർ ഉപയോഗിക്കണമെന്ന് പറയാനുള്ള കാരണം നമ്മൾ വേറെ ഏതൊരു ഫിംഗർ യൂസ് ചെയ്യുമ്പോഴും ആ വരുന്നൊരു പ്രഷർ ഉണ്ടല്ലോ, അത് ഈ പ്രഷർ ഈ ഒരു ഫിംഗറിൽ വരില്ല. അപ്പൊ നമ്മൾ ചെറിയൊരു ഡോട്ട് പോലെ ഇട്ടിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. നമുക്കിത് സർക്കുലർ മോഷനിൽ ഒന്ന് എന്താ പറയാ മസാജ് ചെയ്ത് കൊടുക്കാട്ടോ. അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ഐ ക്രീം പ്രിപ്പയർ ചെയ്യാനും എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ള റീസൺ ഇത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അണ്ടർ ഐ മാസ്ക് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്താ പറയാ റിസൾട്ട് ഉണ്ടാവും, ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഉണ്ണി ചേച്ചിക്കാണ്, സിംപ്ലി മൈ സ്റ്റൈൽ എന്ന് പറഞ്ഞ ചാനലിനാണ്. കാരണം ചേച്ചിയുടെ പ്രൊഡക്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടാണ് കേട്ടോ എനിക്കൊരു എന്താ പറയാ മാറ്റം ഉണ്ടായി. അപ്പൊ അത് നിങ്ങളും ചെയ്ത് നോക്കണം. കാരണം ഒരാൾക്ക് എങ്ങനെ ഉണ്ടാവുന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റം നല്ല രീതിയിലൊരു എന്താ പറയാ ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു DIY ആണ്. നല്ല രീതിയിൽ നമ്മുടെ അണ്ടർ ഐയിലെ മാർക്ക് പോവാനും അതുപോലെ എന്താ പറയാ പഫിനെസ് പോവാനും ഒക്കെ, അതുപോലെ കണ്ണിന് നല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തണുപ്പ് കൊടുക്കാനും ഒരു കൂളിംഗ് എഫക്ട് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു അണ്ടർ ഐ ക്രീമാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അണ്ടർ ഐ ക്രീം ഒന്നെങ്കിൽ DIY ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഒരു അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യാം. അതിനേക്കാളും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ റിസൾട്ട് കിട്ടും. പക്ഷെ അതിന്റെ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉറക്കം അതുപോലെ എന്താ പറയാ ഉറക്കത്തിന്റെ ടൈമിങ് കുറെ നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉറങ്ങേണ്ട ഒരു ടൈമൊക്കെ ഉണ്ടല്ലോ, അത്ര നേരം ഉറങ്ങണം. അതുപോലെ നിങ്ങളുടെ ഫുഡിന്റെ കാര്യങ്ങൾ, അതുപോലെ സ്ട്രെച്ച്, അതുപോലെ ഫോണിൽ നോക്കുന്നില്ല, അതിലെല്ലാത്തിലും ഒരു കൺട്രോൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരു അടിപൊളിയാവും കേട്ടോ. കാരണം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോ ഇനിയിപ്പോ കൂടുതലൊന്നും പറയാനില്ലല്ലോ. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ അടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ ഇല്ലേ, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇനി ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ DIY ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ.
അപ്പോ അത്രയല്ലോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.